ഇറാന് മൗനം, ഹമാസും ഹൂതികളും ഹിസ്ബുള്ളയും കനത്ത ആക്രമണം നടത്തുന്നു. അതിനിടയിൽ ഗസയിൽ വെടിനിർത്തലിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച് നെതന്യാഹു രംഗത്ത് വന്നു. ഇസ്രായേലിൻ്റെ ഉരുക്കു കവചമായ അയൺ ഡോമിനെ പോലും വെല്ലുവിളിച്ചാണ് ഇസ്രായേലിനുള്ളിൽ ഹമാസും ഹിസ്ബുള്ളയും ആക്രമണം നടത്തുന്നത്. ഇസ്രായേൽ ജനത പരിഭ്രാന്തരാണ്. പ്രധാനമന്ത്രി നെതന്യാഹു എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന മനോഭാവത്തിലാണ് നെതന്യാഹു എന്ന് വ്യക്തം. എന്നാൽ ഇപ്പോൾ ഹമാസ് അടുക്കുന്നില്ല. ഹമാസ് മേധാവി ഹനിയെ കൊലപ്പെടുത്തിയ ഇസ്രായേലിനെ തുടച്ചു നീക്കുമെന്ന പ്രഖ്യാപനമാണ് ഹമാസ് നടത്തുന്നത്. അമേരിക്കയും പരിഭ്രാന്തിയിലാണ്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. അതിനു മുമ്പ് ഗസയിൽ വെടിനിർത്തലുണ്ടാവണം. ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതിന് ഏറെ ചീത്തപ്പേര് കേൾക്കുന്നു. ഇനിയും ഇത് തുടരാൻ വയ്യ, മടുത്തു എന്ന മട്ടിലാണ് അമേരിക്ക. വെടിനിർത്തലിന് സമ്മതിച്ചോ അല്ലെങ്കിൽ അനുഭവിക്കുമെന്ന മട്ടിൽ ഇസ്രായേലിന് നേരെ കണ്ണുരുട്ടാനും അമേരിക്ക മറക്കുന്നില്ല. ഗസയിലെ കൂട്ടക്കുരുതിയുടെ പാപക്കറ ലോകം അമേരിക്കയുടെ മുകളിലും ചാർത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ഹമാസ് ബ്രിട്ടന് നേരെ തിരിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന വംശഹത്യയിൽ, കൂട്ടക്കുരുതിയിൽ ബ്രിട്ടന് നേരിട്ട് പങ്കുണ്ടെന്നാണ് ഹമാസിന്റെ ആരോപണം. ഈ പിന്തുണ നിർത്തിക്കോളൂ, അല്ലെങ്കിൽ അനുഭവിക്കും എന്നാണ് ഹമാസിന്റെ ഭീഷണി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നിഷ്കളങ്കരായ ആളുകൾ ഗസയിൽ കൂട്ടക്കുരുതി ചെയ്യപ്പെടുന്നു. ആയിരക്കണക്കിന് സാധാരണക്കാരാണ് മരിച്ചു വീഴുന്നത്. അതിൻ്റെ നേരിട്ടുള്ള ഉത്തരവാദിത്തം ബ്രിട്ടനുണ്ട്. ഗസയിലെ ഇസ്രായേൽ പ്രതിരോധത്തിന് ഇൻ്റലിജൻസ് സഹായം ഒരുക്കുന്നത്, ഗസയിൽ നിരീക്ഷണം ഇസ്രായേലിന് വേണ്ടി നടത്തുന്നത്, ഇതെല്ലാം ബ്രിട്ടനാണെന്നാണ് ഹമാസിൻ്റെ ആരോപണം. ബ്രിട്ടൻ സമാധാനത്തിൻ്റെ ദൂതരായി നിൽക്കുമ്പോഴാണ് ഹമാസ് ആ രാജ്യത്തിൻ്റെ മുഖം മൂടി വലിച്ചിഴക്കുന്നത്. എത്രയും വേഗം ഇസ്രായേലുമായുള്ള സൈനിക സഹകരണം അവസാനിപ്പിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഹമാസിൻ്റെ ഭീഷണി ബ്രിട്ടന് തള്ളിക്കളയാനാവില്ല. കാരണം മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള രാജ്യമാണ് ബ്രിട്ടൻ. 2017 പുറത്തുവിട്ട ഒരു റിപ്പോർട്ടിൽ ബ്രിട്ടനിലെ മുസ്ലിം ജനസംഖ്യയിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2011 സെൻസസ് പ്രകാരം 1.8 മില്യൺ ആയിരുന്നു മുസ്ലിം ജനസംഖ്യ. എന്നാൽ 2017 അത് 2.7 മില്യനായി വർദ്ധിച്ചു. മൊത്തം ജനസംഖ്യയുടെ 3% മാത്രമായിരുന്ന മുസ്ലിങ്ങൾ 6% ഉയർന്ന് പ്രബല ന്യൂനപക്ഷമായി മാറിയിരിക്കുകയാണ്. ഹമാസിൻ്റെ പോരാട്ടത്തെ പിന്തുണയ്ക്കുന്ന നിരവധി മുസ്ലിങ്ങൾ ബ്രിട്ടനിലുണ്ട്. അതുകൊണ്ടാണ് ഹമാസിൻ്റെ താക്കീതിനെ ബ്രിട്ടന് അവഗണിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞത്. മാത്രമല്ല, ബ്രിട്ടനിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ അടുത്ത കാലത്തുണ്ടായ സംഘടിതമായ ആക്രമണവും ഈ വിഭാഗത്തെ അസ്വസ്ഥമാക്കിയിട്ടുണ്ട്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ കലാപം ചിലർ ബോധപൂർവം അഴിച്ചുവിട്ടത്. അതിനാൽ ഹമാസിന് ബ്രിട്ടനിൽ ഒരു ആക്രമണം നടത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ലെന്ന വിലയിരുത്തലുമുണ്ട്. ഹമാസിന്റെ ആരോപണം നിഷേധിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിട്ടുണ്ട്. സഹായം ലഭിക്കുന്നുണ്ടെങ്കിലും ഗസയിൽ തീവ്രവാദികളായ തങ്ങളുടെ ശത്രുക്കൾക്കെതിരെ സൈനിക നീക്കം നടത്തേണ്ടത് തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇസ്രായേൽ പറയുന്നത്. ഗസയിലും വെസ്റ്റ് ബാങ്കിലുമായി ബ്രിട്ടന്റെ സഹായത്തോടെ ഇസ്രായേൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 1000-ഓളം പേരെ കൊന്നൊടുക്കിയെന്നാണ് ഹമാസിന്റെ ആരോപണം. അതിനിടെ മധ്യ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന ആക്രമണം ശക്തമാക്കിയതോടെ 100-ലധികം പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടു. കൂടാതെ ഗസയ്ക്ക് ആവശ്യമായ ജലത്തിന്റെ 94% ഇസ്രായേൽ തടഞ്ഞതോടെ അഭയാർത്ഥി ക്യാമ്പുകൾ കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. മിക്ക ക്യാമ്പുകളിലും വൻ മാലിന്യ കൂമ്പാരം നീക്കം ചെയ്യാതെ കിടക്കുന്നു. റഫേലേക്ക് ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ കടന്നുകയറ്റം നടത്തുന്നുമുണ്ട്. ഉയർന്ന സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ച് അവർ ആക്രമണം തുടരുകയാണ്. ഹമാസ് പ്രവർത്തകരുടെ ഒട്ടേറെ തുരങ്കങ്ങൾ കണ്ടെത്തി തകർത്തതായും സൈന്യം പറഞ്ഞു. തെക്കൻ ഇസ്രായേലിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ഇസ്ലാമിക് ജിഹാദും റോക്കറ്റ് ആക്രമണം നടത്തുന്നുണ്ട്.